ഗീച്ചൂസ് ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വന്നതാണ്, വീഡിയോ എടുക്കാൻ തന്നെയാണ്. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അടിപൊളി ഗൈസ്, നല്ല രസമുണ്ട്. മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ചകൾ അപൂർവമാണ്. ഇപ്പോൾ ഇവിടുത്തെ മരമെല്ലാം വെട്ടി. പിന്നെ ആടെ എന്നാ കളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ പായൽ പിടിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കൂലേ, അവരൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാ. അപ്പോൾ അവരാടെ തന്നത് കളിക്കുകയാണ്. അടിപൊളിയല്ലേ? മരമെല്ലാം വെട്ടി ഗൈസ്. പിന്നെ ഇനി ഇവിടെ അവശേഷിക്കുന്നത് അമ്പലം, പിന്നെ ഇങ്ങനെ, പിന്നെ ആടുരാട്ടം, അങ്ങനെയാണ്. വേറെ ഒന്നുമില്ല. ഇപ്പോൾ വീണേനെ. അപ്പം നമുക്ക് ഇവരെ കളി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ ഉദ്ദേശിച്ച ആരെയാണെന്നറിയാവാ? ഇവരെ കണ്ട നിങ്ങൾ അവിടെ? ഇതാടെ ഒരു കിടില സാധനം. ഇത് കണ്ടോ? ഇത് കണ്ടാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. പറിച്ചിട്ടുണ്ട്. ഇനി ഇവനാണ് എൻ്റെ ടീം. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുഞ്ഞി സാധനം ഇത് നിങ്ങൾ കാണുന്നില്ല, ഇവർ കാണുന്നില്ലടാ. ഗൈസ് ഈ ഫോണിൻ്റെ ഷട്ടർ സ്പീഡ് ഭയങ്കര കുറവാണ്. ഗൈസ് കണ്ട, ഇതാണ് ഐറ്റം. കണ്ടാ അവൻ്റെ കയ്യിലൊരു ചെറിയ ഇതാണ്ടേ കാണിച്ചടാ. ഇതാണ് ഐറ്റം കേട്ടാ. ഇപ്പം ഇത് വിസിസ് അതല്ല, അത് ചോട്ടയാണ്. അൻ്റെയാണ് ഇപ്പം മുതുക്കനായി നിൽക്കുന്നത് മുന്നിൽ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കൈ വറക്കുന്നാടോ നീ? ഇവിടെ കൈ വറക്കുന്നാ. ഇനി വാ അടിയല ചോന്നോളാ. കൈ വറക്കുന്നുണ്ടാ? നോക്കിയാ കിളവനോട് മുട്ടാൻ പറ്റുന്നേ. ഞാൻ തോറ്റിട്ടില്ല. മാറിയേ ഇവര് പണ്ടത്തെ മറ്റേ ബഡീസാ. ചേട്ടാ നമ്മള് കുടുംബക്കാരാണെന്ന് തോന്നടാ. മുറിയൂല. അയ്യോ അത് അന്നെ തെറിച്ചു ഗൈസ്. ഞാൻ അവനെ കുളത്ത് വരച്ച് ഗൈസ്. ഗൈസ് മെമ്പർ ഞാൻ ഒന്ന് കണ്ടുപിടിച്ചോക്കട്ടെ. എനിക്കിത് അത്ര കാണിച്ചിട്ട് മതിയാവുന്നില്ല ഗൈസ്. അടിപൊളി. ഇതുണ്ട, നമ്മളെ മഴക്കാലത്ത് ഇങ്ങനെ ഒരു ആകാശം കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. അടിപൊളി. നിങ്ങൾ വയനാട്ടിലെ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഒന്നും നമുക്ക് വേറെ എന്ത് ചെയ്യാനാവാനാ? വെയിൽ പോയി. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. 2 ദിവസം ലീവിന് വേണ്ടി കുറേ നാൾ ഇരക്കലേനും. അപ്പം ടാറ്റാ ബൈ ബൈ.